നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ജീവൻ വരെയും അപകടത്തിലാക്കുന്ന ഒട്ടേറെ ഓൺലൈൻ ഗെയിമുകൾ സൈബറിടത്തുണ്ട്. ഇതിന്റെ ഇരകളായ നിരവധി കുട്ടികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുമുണ്ട്. മുൻപ് ബ്ലൂ വെയിൽ ഗെയിം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഡെവിൾ ഗെയിമാണ് വില്ലൻ. എറണാകുളം ചെങ്ങമനാട് ആത്മഹത്യ ചെയ്ത 14-കാരൻ ഓൺലൈൻ ഗെയിമിന്റെ ഇരയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആത്മഹത്യയിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആലുവ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. നവമി, മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓൺലൈൻ ഗെയിമുകളുടെ ഇരകളായി നിരവധി കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പുതിയ ഗെയിമിൻ്റെ കുറിച്ച് കേൾക്കുന്നു. അതിൻ്റെ ഇരയായി ഒരു 14-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം, നടുക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഒടുവിൽ പോലീസിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരിക്കുന്നു ഈ ഗെയിമിൻ്റെ ഇരയായി അതിന് ടാസ്കിലൂടെ ഈ ആത്മഹത്യ ചെയ്തു, ഈ 14-കാരൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ആ ഗെയിം ഏതാണ്, ആ ടാസ്ക് എന്തായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ നവമി? കഴിഞ്ഞ ദിവസമാണ് ആഗ്നലിനെ ആഗ്നലിലെ തന്റെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയത്ത് ആഗ്നലിന്റെ ശരീരത്ത് റെയിൻകോട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ശരീരത്ത് വരിഞ്ഞു മുറുക്കിയ നിലയിലായിരുന്നു. അതിനുശേഷമാണ് തൂങ്ങി മരിച്ചതായി മൃതദേഹം കണ്ടെത്തിയത്. തുടക്കത്തിൽ ഒരു അസ്വാഭാവികത ഉണ്ടായിരുന്നു. പക്ഷെ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു. പതിവ് പോലെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മുറിയിൽ കയറി മുറി അടച്ചു. അതിനുശേഷം ഈ ഗെയിം കളിക്കുന്ന ഒരു സ്വഭാവം ആഗ്നലിൽ ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നുണ്ട്. തുടർച്ചയായി അല്ലെങ്കിൽ മണിക്കൂറുകളോളം ആഗ്നൽ ഈ ഗെയിമിന് മുന്നിൽ തന്നെ ആയിരുന്നു. പക്ഷെ അത് ഇത്രയേറെ അപകടകരമായിട്ടുള്ള ഒരു ഗെയിമാണെന്ന് മാതാപിതാക്കൾക്ക് മരണശേഷമാണ് അറിഞ്ഞിരുന്നത്. പലപ്പോഴും ഈ മാതാപിതാക്കൾ ഈ കുട്ടികൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും ഈ മാതാപിതാക്കൾ കാണുന്നില്ല. പ്രത്യേകിച്ച് അവർ ഈ ഫോൺ ഉപയോഗിക്കുന്നു, അവർ അതിൽ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ അവർ എന്ത് ഗെയിമാണ് അതിൽ കളിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ തന്നെയാണ് ഈ 14 വയസ്സുകാരന്റെ കാര്യത്തിൽ സംഭവിച്ചത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് മുറി ശക്തിയായി തുറന്നപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ആഗ്നലിനെ കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി വിശദമായി പരിശോധിച്ചു. എന്നാലും അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പിന്നീട് നടത്തിയ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴിയെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ളൊരു സൂചന പോലീസിന് ലഭിച്ചത്. പിന്നീട് അമ്മയുടെയും അച്ഛന്റെയും മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് അമ്മയുടെ ഫോണിൽ നിന്നും ഡെവിൾ എന്ന പേരുള്ള ഒരു ഗെയിം കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് വിശദമായ പരിശോധനയിലാണ് ഈ ഗെയിമിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, അത് ഇത്തരത്തിൽ മരിക്കുന്നതാണ്. ആ ടാസ്കിന് പിന്നാലെയാണ് ടാസ്ക് ചെയ്തതിന്റെ ഫലമായാണ് ആഗ്നൽ ഇങ്ങനെ മരിച്ചതെന്നാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു. ആലുവ ഡിവൈഎസ്പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത്. വളരെ ഗെയിമിനെ കുറിച്ച് നമ്മൾ പുതിയതായി കേൾക്കുന്നതാണ്. എങ്ങനെയാണ് കുട്ടികൾ ഇതിന്റെ ഈ കെണിയിൽപ്പെടുന്നത്, ഇതിന്റെ ടാസ്കുകൾ എങ്ങനെയായിരുന്നു? ഇതിനു മുൻപ് മറ്റാരെങ്കിലും വേറെ കുട്ടികൾ ഇതിന്റെ ഇരകളായിട്ടുള്ളതായി പോലീസിനോ അല്ലെങ്കിൽ സൈബർ വിഭാഗത്തിനോ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ഗെയിമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനും അറിയില്ല. കാരണം ബ്ലൂ വെയിൽ ഗെയിം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ ഡെവിൾ ഗെയിം അതെങ്ങനെയാണ്, അതിൽ ഏതൊക്കെ തരത്തിലുള്ള ടാസ്ക് ആണ് കളിക്കാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ടാസ്ക് ആണ് കുട്ടികൾ കളിക്കുന്നത് എന്നതൊക്കെ വിശദമായി അറിയേണ്ടതുണ്ട്. അതിൽ തുടർന്നുള്ള അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. അവർ വിശദമായി തന്നെ ഇത് പരിശോധിക്കും. അതിനാൽ ഇപ്പോൾ ഈ മാതാപിതാക്കളുടെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ വിദഗ്ധരുടെ ഒരു അഭിപ്രായം കൂടി തേടേണ്ടതുണ്ട്. ഇത് ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ ഈ മരിക്കുക എന്ന രീതിയിലേക്ക് വരെ ഈ ടാസ്ക് എത്താനുണ്ടായ കാരണം എന്താണ്, അതാണ് ഇനി അറിയേണ്ടത്. ഇത് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള ഒരു എന്താണ് ഇതിലെ ഈ ഗെയിമിലുള്ള ടാസ്കുകൾ, ഇതിനു മുൻപ് ഏതൊക്കെ ടാസ്ക് ആണ് ആഗ്നൽ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അന്വേഷണം ഇപ്പോൾ മാതാപിതാക്കൾക്ക് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്, ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്.
ഇവരൊക്കെ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആർട്ടിലിംഗിലെ നിരന്തരം ഗെയിമുകൾ കളിക്കുന്ന വ്യക്തിയാണ്, മണിക്കൂറുകളോളം ഗെയിമിൽ ഈ ഫോൺ ഉപയോഗിച്ച് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിലൊന്നും ഇത്രയും അപകടകരമായിട്ടുള്ളതുണ്ടെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല, ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഈ മരണശേഷമാണ് ഈ ഗെയിമിനെ കുറിച്ചും ഈ ഗെയിം കാരണമാണ് ആജ്ഞൽ മരിച്ചതെന്നുമുള്ള വിവരം പോലീസ് പറയുന്നതോടുകൂടി ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഡെവിൾ ഗെയിമാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ തന്നെ പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. സ്വാമി, നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ച്. അതിൻ്റെ ഇരകളായി സംസ്ഥാനത്ത് നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവം. അതൊരു 3-4 വർഷം, ഏകദേശം ഒരു കോവിഡിന് മുൻപുള്ള കാലയളവിലാണ് ഇത്തരം അപകടങ്ങൾ, കില്ലർ ഗെയിമുകളുടെ ഇരകളായി കുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ആ കേസിലൊന്നും ഈ പോലീസിൻ്റെയോ സൈബർ സെല്ലിൻ്റെയോ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ ഡബിൾ ഗെയിമിൻ്റെ ഇരയായി 14 വയസ്സുകാരൻ മരിച്ച കേസ് പരിശോധിച്ചാലും ഇത് സൈബർ സെല്ലിനെ സംബന്ധിച്ച് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും? ഇത്തരം ഗെയിമുകൾ വളരെ സുലഭമാണ്, നമ്മുടെ ആപ്പുകളിലുണ്ട്. മാതാപിതാക്കളുടെ ഫോണിൽ തന്നെയാണ് കുട്ടികൾ ഇത്തരം ഗെയിമുകൾ കളിക്കുന്നതെന്ന കാര്യമൊക്കെ പല അന്വേഷണങ്ങളിലും വ്യക്തമായതുമാണ്. എങ്ങനെ ഇത് തടയാൻ കഴിയും എന്നാണ് സൈബർ വിഭാഗം പറയുന്നത്. ഇതിൻ്റെ ആരാണ് കുറ്റക്കാരൻ അത് കണ്ടെത്താൻ പ്രയാസമുള്ള കാര്യമാണ്. എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും സൈബർ വിഭാഗത്തിന്? പലപ്പോഴും നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിമുകളായിക്കോട്ടെ, ഓൺലൈനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലപ്പോഴും ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികളിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഗെയിമുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിക്കോട്ടെ, ഒരു വ്യക്തിയിലേക്ക് നമുക്ക് എത്താനുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഈ ഒരു ഗെയിം ചിലപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവലിലായിരിക്കും, അങ്ങനെ ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, അവരിലേക്ക് എങ്ങനെ എത്താന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള സംഭവമാണ്. ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ സൈബർ വിദഗ്ധരൊക്കെ നിരന്തരം പറയുന്ന കാര്യമാണ്. ഒന്ന്, മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ തന്റെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ അവരെന്താണ് ആ ഫോണിൽ ചെയ്യുന്നത്, അവരേതൊക്കെ തരത്തിലുള്ള ഗെയിം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഏതൊക്കെ സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതൊക്കെ കൃത്യമായി മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. സംശയമായിട്ടുള്ള രീതിയിൽ ഒരു ഗെയിം ആയിക്കോട്ടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ വിലക്കേണ്ടത് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് പലപ്പോഴും ചിലപ്പോൾ ഈ തുടക്കത്തിൽ ഈ ഗെയിം കളിക്കുമ്പോൾ വലിയൊരു ആവേശമായിരിക്കും. ഈ പബ്ജി പോലുള്ള ഗെയിമുകൾ നമുക്ക് കൃത്യമായി അറിയാം, തുടക്കത്തിലെ ലെവലിലൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഹരം നൽകുന്നതാണ്. പിന്നീട് പല പല ലെവലിലേക്ക് പോകുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ളൊരു ഭവിഷ്യത്ത് അനുഭവിക്കുക. ബ്ലൂ വെയിൽ ഗെയിമും അതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുന്നു, അത് അവർക്ക് വളരെ രസകരമായി തോന്നുന്നു. പിന്നീട് അതിലേക്ക് നയിക്കുന്നത് വലിയ ഒരു ആപത്താണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇതിനെ അറിയില്ല, പക്ഷെ മാതാപിതാക്കൾ കൃത്യമായും ശ്രദ്ധിക്കണം. ഒരു ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കാൻ കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി അവരെ ഒരു ബോധവൽക്കരണം നടത്തണം. മാതാപിതാക്കൾ മാത്രമല്ല, പൊതുസമൂഹത്തിനും സ്കൂൾ ടീച്ചർമാർക്കും ഒക്കെ കൃത്യമായി ഇതൊരു ബോധവൽക്കരണം കുട്ടികൾക്ക് നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. കാരണം ഈ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതിലെ മോശ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാനുള്ളത് പലപ്പോഴും അറിയുന്നുണ്ടാവില്ല. പക്ഷെ മാതാപിതാക്കളാണ് ഇവർക്കിത് കൃത്യമായും ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ആത്മന്റെ കാര്യത്തിൽ പോലും അവരുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മാതാപിതാക്കൾക്കും ബോധവൽക്കരണം കൊടുത്താൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഇരകളാകുന്ന സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. നിരവധി കുട്ടികൾ ഒരുപക്ഷെ ഇതുപോലുള്ള നവമി സൂചിപ്പിച്ചതുപോലെ പബ്ജി ഗെയിമിൻ്റെയും ഈ ഡബിൾ ഗെയിമിൻ്റെയും ഒക്കെ ഇരകളാകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്, കില്ലർ ഗെയിമുകളുടെ അപകടക്കെണി. ഈ വിഷയത്തിൽ ഇപ്പോൾ സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നത് സൈബർ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ജിയാസ് ജമാലും മനഃശാസ്ത്രജ്ഞ ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവലുമാണ്. ആദ്യം അഡ്വക്കേറ്റ് ജിയാസിലേക്ക്. ജിയാസ്, ഇത് നമ്മളൊരു ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. എറണാകുളം ചെങ്ങമനാട് ഒരു 14-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം. അത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം, ഡബിൾ ഗെയിമിൻ്റെ ഇരയായി ടാസ്കിലൂടെ ഈ 14-കാരൻ കുട്ടി മരിച്ചു, ജീവനൊടുക്കിയെന്നാണ് മനസ്സിലാക്കാൻ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം. പക്ഷേ ഇതിന് മുൻപ് നേരത്തെ നമ്മൾ ബ്ലൂ വെയിൽ ഗെയിമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇരകളായി നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്.
പക്ഷെ അന്നൊന്നും ഈ സൈബർ സെല്ലിന്റെ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല, ആരെ ഇതിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചെങ്ങമനാട് ഈ കുട്ടി വിദ്യാർത്ഥി മരിച്ച കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഒരു നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ആദ്യമായി തന്നെ പറയേണ്ടത്, ഇത്തരം ഒരു കേസുകളിൽ ഇങ്ങനെയുള്ള ഒരു ഡബിൾ ഗെയിമുകളിലെല്ലാം തന്നെ ഈ ഗെയിമുകൾ ഒന്നും പ്ലേ സ്റ്റോറിലും നമുക്ക് iOS-ലൊന്നും അവൈലബിൾ അല്ല. അപ്പൊ ഇത്തരം ആപ്ലിക്കേഷനുകൾ APK ഫയലുകളാണ് പല കുട്ടികളും മുതിർന്ന ആളുകളാണെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്തരം ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നത് ഇത് എവിടെ നിന്നാണ് ഇതിന്റെ സോഴ്സ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട്. പോലീസും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. പല ആത്മഹത്യകളും നടക്കുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ പോയി, അവരുടെ കുടുംബക്കാരെ പോയി സന്ദർശിക്കുമ്പോഴും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും മനസ്സിലാവുന്നത് ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ മരണത്തിന് മുമ്പ് ഇവരെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവുള്ളത്. അപ്പോൾ ഫോറൻസിക്കിലെ അന്വേഷണത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ ഒന്നിൽ അധികം ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇവർ കളിച്ചിട്ടുണ്ടാവും. അപ്പോ ഏത് ഗെയിമാണെങ്കിലും ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ ആ ഗെയിമിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് വേറെ ലാഭങ്ങളൊന്നുമില്ല. എന്നാൽ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കുട്ടികളെ പലതരത്തിൽ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടാകും ഇത്തരം സംഘങ്ങൾ. അതായത് ചൈൽഡ് ഫോൺ മുതൽ കുട്ടികളുടെ ഇമേജുകളും വീഡിയോകളും അടക്കം പലതരത്തിൽ ഇവർ ചൂഷണം ചെയ്ത് കുട്ടികളെ ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തിയ സംഭവങ്ങൾ നിരവധി നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ അന്വേഷണം എത്തുന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ ഇപ്പോ കേരള പോലീസിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിക്കോ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള രാജ്യാന്തര തലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ മാത്രമേ, ഇന്റർപോൾ അടക്കമുള്ള സംഘങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ അവയർനെസ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം പല മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾ ഏത് ആപ്ലിക്കേഷനാണ് കളിക്കുന്നത്, അത് എന്തിനുള്ള ആപ്ലിക്കേഷൻ ആണെന്ന് പോലും അറിയില്ല. പല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുമായി ഓൺലൈൻ ചാറ്റ് ചെയ്തും അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി വാട്സപ്പിലൂടെയൊക്കെ ഇമേജുകളും വീഡിയോകളും എല്ലാം ഷെയർ ചെയ്തുകൊണ്ടും ഒരുപാട് ആളുകൾ ഇതിനകത്ത് വീണു പോകുന്നു. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇത്തരം ഗെയിമിംഗ് ആപ്ലിക്കേഷനുമായി കണക്റ്റഡ് ആക്കിക്കൊണ്ട് പിന്നീട് അത് ഈ തട്ടിപ്പ് സംഘങ്ങൾ തന്നെ ഹാക്ക് ചെയ്യുകയും അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കുട്ടികളോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ വിഷയം വരുമ്പോഴും ജസ്റ്റ് കുറച്ച് നാളത്തേക്ക് ഇത് ചർച്ചകളിലല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിന്റെ അന്വേഷണം കാര്യമായി നടക്കാറില്ല. പോലീസിനെ ഒരു തരത്തിൽ നമുക്ക് ഫുള്ളായിട്ട് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഈ അന്വേഷണത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പല പരിമിതികളും നിയമത്തിൻ്റെതാണെങ്കിലും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ അത്രത്തോളം ശക്തമല്ലാത്തതും പോലീസിന്റെ അന്വേഷണത്തിന് അത് ബാധിക്കുന്നുമുണ്ട്. വ്യക്തമാണ്. താങ്കളിലേക്ക് എത്താം. നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നവമി, തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം ഹിപ്നോട്ടിസം പരീക്ഷിച്ച 4 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തെക്കുറിച്ച് കൂടി പരിശോധിക്കേണ്ടതാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് അത് ചോക്കിംഗ് ഗെയിമാണ്. ഈ ഹിപ്നോട്ടിസം എന്ന പേരിൽ ഇവർ കളിച്ചത് ഒരു ചോക്കിംഗ് ഗെയിമാണ്. പല പേരുകളിൽ ഈ ഗെയിം അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു വലിയ അപകടത്തിലേക്ക് പോകേണ്ടതായിരുന്നു. 4 കുട്ടികളുടെയും ജീവൻ വരെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എന്താണ് ഈ ചോക്കിംഗ് ഗെയിം? ഇതിൽ എങ്ങനെയാണ് കുട്ടികൾ കുടുങ്ങുന്നത്? ഇതൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഈ 4 കുട്ടികളും കെണിയിൽപ്പെട്ടതാണോ? എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായ വിവരം? പോലീസ് പറയുന്നത് ഈ കുട്ടികൾ അതൊരു കൗതുകത്തിന്റെ പേര് യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഹിപ്നോട്ടിസത്തിന്റെ ചെയ്യുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട്. അതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അതിന്റെ ഒരു കൗതുകത്തിന് പിന്നാലെ പോയതാണ് ഈ 4 കുട്ടികൾ. അതിൽ പെൺകുട്ടികളും ആൺകുട്ടിയുമുണ്ട്. ഈ 4 വിദ്യാർത്ഥികൾ കൊടുങ്ങല്ലൂർ VK രാജൻ സ്മാരക ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഈ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ് ഇവരിങ്ങനെ യൂട്യൂബൊക്കെ തുറന്നു വെച്ച് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. ഒപ്പം മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു. ആ മറ്റു കുട്ടികളോടൊക്കെ പറഞ്ഞത് ഈ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകി. അതനുസരിച്ച് ചില കുട്ടികൾ ഇവരുടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചതാണ്. ഇത് വലിയ അപകടം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഈ മരണം വരെ സംഭവിക്കാനുള്ള ഒരു കാരണമായേക്കാം ചിലപ്പോൾ ഈ ഒരു ഞരമ്പിലൊക്കെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചതിന് ശേഷം. അങ്ങനെ 3 കുട്ടികൾ ബോധരഹിതരാകുന്നു. ഇവരെ എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നാലെ ഒരു പെൺകുട്ടിയും ഇത്തരത്തിൽ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ യൂട്യൂബ് നോക്കി ഹിപ്നോട്ടിസം ചെയ്യാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ബോധം കെട്ട് വീഴാനൊക്കെ കാരണമെന്ന്. ഇതൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് കുട്ടികൾക്ക് കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കുക, അവർക്കൊരു
കൃത്യമായി ഇതിന്റെ ഒരു ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധവൽക്കരണം നടത്തണം. ഈ മൈനർ ആയതുകൊണ്ട് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടില്ല. പക്ഷേ മാതാപിതാക്കളെയും കുട്ടികളെയും വിളിച്ച് അവർക്കൊരു ഇത്തരത്തിലുള്ളൊരു അവബോധം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്താനാണ് സ്കൂൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇത്തരത്തിൽ കുട്ടികൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി പാരൻസിന്റെ ഒരു മേൽനോട്ടം ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുമെന്ന് ഉറപ്പാണ്. ഇത് മാതാപിതാക്കളുടെ ഒരു മേൽനോട്ടം കൃത്യമായും വേണ്ടതാണ്. ബോധവൽക്കരണം കൊടുക്കാനാണ് ഈ സ്കൂളിന്റെ ഒരു തീരുമാനം. ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ, മനഃശാസ്ത്രജ്ഞ ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ കൂടി സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ മഞ്ജുഷ, ഈ ഒരു 2 സംഭവങ്ങളാണ് ഈ സമീപകാലത്ത് ഈ സൈബർ ഗെയിമുമായി ബന്ധപ്പെട്ട്, ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികൾ ഇരയായ വിഷയങ്ങൾ പുറത്തു വന്നത്. അതിൽ ഒന്ന് തൃശ്ശൂരാണ്. ചോക്കിംഗ് ഗെയിം, ഹിപ്നോട്ടിസം എന്ന പേരിൽ അവർ പരീക്ഷിച്ച പരീക്ഷണത്തിൽ 4 കുട്ടികളുടെ ജീവനാണ് അപകടത്തിലാകേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. മറുവശത്ത് എറണാകുളം ചെങ്ങമ്മനാട് ഡബിൾ ഗെയിം കളിച്ചൊരു ഒരു ഒരു 14-കാരൻ, ഒരു കൗമാരക്കാരൻ ജീവനൊടുക്കിയ സംഭവവും നമ്മൾ ഞെട്ടലോടെ കേട്ടു. ഈ 2 കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ നേരത്തെ അഡ്വക്കേറ്റ് ജിയാസ് പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ ഫോണിൽ നിന്നാണ് ഇവർ കുട്ടികൾ പലപ്പോഴും ഇത്തരം ഗെയിമുകളൊക്കെ പരീക്ഷിക്കുന്നത്. ആരുടെ അശ്രദ്ധയാണ് ഇതുപോലുള്ള അപകടത്തിലേക്ക് നമ്മളെ കുട്ടികളെ തള്ളിവിടുന്നത്? ഡോക്ടർ മഞ്ജുഷ, നമ്മള് കുട്ടികളെ ഇതുപോലത്തെ ഗെയിമുകളിലോ അല്ലെങ്കിൽ ഏത് തരം അഡിക്ഷൻ ആണെങ്കിലും കുട്ടികളുടെ ടൈം അവര് വീട്ടിലുള്ളപ്പോഴാണെങ്കിലും അവര് സ്കൂളുകളിലാണെന്നുണ്ടെങ്കിലും പാരന്റ്സിന്റെ മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു ആബ്സെന്റ് പാരന്റിങ് എന്ന് പറയും. പാരന്റ് ഉണ്ടാകാം നമ്മുടെ വീടുകളിലും നമ്മളുടെ കുട്ടിയുടെ കൂടെയും ഒക്കെ പാരന്റ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാകാം. പക്ഷെ ആബ്സെന്റ് ആണ്. പാരന്റ്സിന്റെ പ്രസൻസ് വേണം, മെന്റൽ പ്രസൻസ് വേണം. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്നുള്ളതും കുട്ടികള് അവർക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇത്രയും നേരം ഇതിന്റെയൊക്കെ പുറകെ ഇരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട്. ആഹാരം വേണ്ട, ഉറക്കമില്ലായ്മ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, ഇതെല്ലാം കുട്ടികൾ കാണിക്കുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത് ഒരു പാരന്റിങ്ങിന്റെ പ്രോബ്ലം തന്നെയാണ്. പാരന്റിങ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് ഇത് കാണിക്കുന്നത്. അതിലുപരി കുട്ടികൾക്ക് നമ്മൾ ഗെയിം പർച്ചേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അതിന് പൈസ കൊടുത്ത് വാങ്ങിയത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി ഫ്രീ ആയിട്ട് കിട്ടുന്നതുണ്ടാകാം. വാങ്ങിച്ചു കൊടുക്കുന്നതുണ്ടെങ്കിൽ പാരന്റ്സിന്റെ ഒരു ഗൈഡൻസ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഇത് എത്രമാത്രം ഹാംഫുൾ ആണ് എന്നുള്ളത് കുട്ടികളുടെ കൂടെ ഇരുന്ന് പരിശോധിച്ചാൽ അത് നന്നായിരിക്കും. പിന്നെ കുട്ടികളുടെ ഈ പഠന വിഷയങ്ങളിലും അതല്ലാതെ തന്നെ കുട്ടികളുടെ സോഷ്യൽ ലൈഫിലൊക്കെ ഇത് എഫക്ട് ചെയ്ത് വരുമ്പോൾ പാരന്റ്സ് മോണിറ്റർ ചെയ്യണം. തീർച്ചയായിട്ടും അത് മോണിറ്റർ ചെയ്യണം. അത് മോണിറ്റർ ചെയ്താൽ മാത്രം പോരാ, അതിനുള്ള ഹെൽപ്പും അവർ സീക്ക് ചെയ്യണം. പലപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യാതെ പോകുന്നുണ്ട് പാരന്റ്സ്. കാരണം കുട്ടികളെയൊക്കെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ വൈകിയ വേളയിലാണ് അവര് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പോ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു കൗൺസിലറിന്റെ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് വളരെ വൈകിയ വേളയിലാണ്. അപ്പൊ അവർക്കും പരിമിതികൾ ഉണ്ടാകും. അവരെ സഹായിക്കാൻ നിൽക്കുന്നവർക്കും പരിമിതികളുണ്ട്. ഇത്രയും രൂക്ഷമായ അല്ലെങ്കിൽ ഇത്രയും സിവിയർ ആയതിനു ശേഷം കുട്ടികളെ നമ്മളുടെ അടുത്തൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് പരിമിതികൾ ഉണ്ടാവുന്നുണ്ട്. വ്യക്തമാണ്. ഡോക്ടർ മഞ്ജുഷയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് ജിയാസ്, ഇത് മാതാപിതാക്കളുടെ ഒരു അശ്രദ്ധയാണ് ഇതുപോലുള്ള അപകടക്കെണിക്ക് കാരണമാകുന്നത്. പക്ഷേ ഇത് നിരോധിക്കാൻ കഴിയില്ല. ഇതുപോലുള്ള കില്ലർ ഗെയിമുകൾ നിരോധിക്കാനുള്ള സംവിധാനമില്ലേ? നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഇതുപോലുള്ള പല നിയമവിരുദ്ധ ആപ്പുകളും നിരോധിച്ചിരുന്നു. പക്ഷേ ഇതുപോലെ കുട്ടികളെ ഒരു അപകടക്കെണിയിലേക്ക് തള്ളിവിടുന്ന ഗെയിമുകൾ എങ്ങനെയാണ് നമ്മുടെ പ്ലേ സ്റ്റോറുകൾ, അതല്ലെങ്കിൽ ഇതൊക്കെ ഈ സൈബറിടത്ത് നമുക്ക് എത്തിപ്പെടാവുന്നൊരു സാഹചര്യം ഒരുക്കുന്നത്, കുട്ടികൾക്ക് എത്തിപ്പെടാവുന്നൊരു സാഹചര്യം ഒരുക്കുന്നത്, ഇതൊക്കെ നിരോധിക്കാനുള്ള സംവിധാനം ഇല്ലേ? നമ്മുടെ രാജ്യത്ത് ഇത്തരം ആപ്പുകളും ഗെയിമിംഗ് കുട്ടികളെ അപകടത്തിലേക്ക് നയിക്കുന്ന ഗെയിമുകളൊക്കെ നിരോധിക്കാനുള്ള സംവിധാനവും നിയമവും എല്ലാം നിലവിലിരിക്കെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇത്തരം ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ വീണ്ടും പല രൂപത്തിലും പല പേരിലും നമ്മളുടെ ഇവിടെ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് സ്വയം അവകാശപ്പെടുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാർ, ഇൻസ്റ്റാഗ്രാമിലും അടക്കം ഇവര് ഇത്തരം ആപ്ലിക്കേഷനുകളെ പ്രൊമോട്ടർമാരായി അവതരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളെല്ലാം ആകർഷിക്കുന്ന, ഇപ്പൊ നമ്മൾ ഈ അടുത്തായിട്ടുള്ള ഒരുപാട്
യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ഇവരെല്ലാവരും വളരെ മോശപ്പെട്ട രീതിയിൽ ചീത്തവിളികളടക്കം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ പറ്റുമോ അത്തരം കണ്ടന്റുകൾ മാത്രം ചെയ്യുന്ന യൂട്യൂബേഴ്സും ക്രിയേറ്റർമാരും നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം ആരാധകരായിട്ടുള്ള ആളുകൾ മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഇത്തരം കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ വലയിലാക്കാൻ വേണ്ടി പുറമേയുള്ള സംഘങ്ങളുടെ കെണിയിലകപ്പെട്ട് ഇത്തരം ആളുകൾ പണം മേടിച്ചുകൊണ്ട് അവരുടെ ആപ്പ് വഴിയും അവരുടെ ആപ്ലിക്കേഷനുകളിലെല്ലാം വെബ്സൈറ്റ് വഴിയൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്തേക്കുള്ള ഒരു വെബ്സൈറ്റിലാണ് ഇവർ ലിങ്കുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ ഈ കണ്ട് ഇവരുടെ എല്ലാം ആരാധകരായതുകൊണ്ട് തന്നെ ഇവർ എന്ത് പറഞ്ഞാലും അവരത് ഡൗൺലോഡ് ചെയ്യും. അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറെ ആപ്പുകൾ ഇത്തരം ആളുകളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ പണ്ട് നിരോധിച്ച ആപ്ലിക്കേഷനുകൾ പലതും ഇപ്പോഴും അവൈലബിൾ ആണ്. അത് പ്ലേ സ്റ്റോറിലും iOS-ലും ഇല്ലെങ്കിൽ പോലും ഇത്തരം ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് വെബ്സൈറ്റുകളിൽ പോയിട്ടും അതല്ലാതെയുള്ള ടെലഗ്രാം വഴിയെല്ലാം കുട്ടികൾ APK ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ APK ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുമ്പോൾ ഏറ്റവും ഉള്ളൊരു ദോഷം, ഈ ഗെയിം കളിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ മുഴുവൻ ഡാറ്റയും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ ആക്ടിവിറ്റികളും ഇവർ എടുക്കുന്നുണ്ട്. അപ്പൊ അതായത് ഏതെങ്കിലും ഒരു കുട്ടിയോ അത് മുതിർന്ന ഒരാളോ ഒരു പോൺ സൈറ്റ് വിസിറ്റ് ചെയ്തെന്നിരിക്കട്ടെ, അങ്ങനെ പോൺ സൈറ്റ് വിസിറ്റ് ചെയ്ത ഉടനെ തന്നെ ഇത്തരം ആളുകൾക്ക് ഇതിന്റെ വിവരങ്ങൾ കിട്ടുകയും ഈ കുട്ടി ഇത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഓരോ ആളുകളും കുട്ടികളും കൗൺസിലേഴ്സിന്റെ അടുത്ത് പറയുന്ന വിവരങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സിന്റെ അടുത്ത് പറയുന്ന വിവരങ്ങളും ഇതൊന്നും പറയാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ട്രോമയിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പോ ഇങ്ങനെ തുറന്നു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞാൽ അവർ ചീത്ത വിളിക്കുമോ അല്ലെങ്കിൽ അവർ വഴക്ക് പറയുമോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പല കുട്ടികളും അത് വീട്ടിൽ പറയാത്തത്. അപ്പൊ ഒരു ഫ്രണ്ട്ലി ഒരു അപ്രോച്ച് ഉണ്ടായാൽ തന്നെ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് ഇത്തരം ക്രിയേറ്റർമാരുടെ വീഡിയോകൾ കാണുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവർ ഈ പറയുന്ന വീഡിയോ പറഞ്ഞു പോകുന്ന സമയത്ത് ഇതുപോലെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഗെയിമുകളും ബെറ്റിംഗ് ആപ്ലിക്കേഷനുകളും അടക്കം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ പാരന്റ്സിനോട് ചോദിച്ചും അല്ലെങ്കിൽ ചോദിക്കാതെയും തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം. ഒരു നിമിഷം അഡ്വക്കേറ്റ് ജിയാസ് സൂചിപ്പിച്ചതുപോലെ പല യൂട്യൂബർമാരും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതിൽ വിവാദ നായകനായ വിവാദ യൂട്യൂബറായ സഞ്ജു ടെക്കിയുടെ ഒരു യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിൽ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഇതിൽ ഗെയിമിലൂടെ സാമ്പത്തിക വരുമാനം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം നമുക്ക് തിരികെ എത്താം ചർച്ചയിലേക്ക്. ഒരു നിമിഷം, ഉടൻ തന്നെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ ആണ്. അഡ്വക്കേറ്റ് ജിയാസ്, ഈ വീഡിയോയിലേക്ക് ഉടൻ തന്നെ നമുക്ക് കാണാം. ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കണം. കാരണം എത്രത്തോളം ഇതുപോലുള്ള വീഡിയോകൾ എത്രത്തോളം അപകടം സൃഷ്ടിക്കുന്നുണ്ട്, കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണ്. ഇവർക്ക് ഏതെങ്കിലും ഇതിലുള്ള ഇതൊരു പരസ്യം ആയിട്ട് ഇവർ ചെയ്യുന്നതാണോ? വരുമാനം കിട്ടി ചെയ്യുന്ന ഒരു വീഡിയോകളാണോ ഇത് കുട്ടികളെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കും. അതായത് വരുമാനം ലഭിക്കുന്നുണ്ട്, സാമ്പത്തിക വരുമാനം, മറ്റു രീതിയിലുള്ള ടാസ്കുകൾ ചെയ്യാനൊക്കെ ഇവർ കുട്ടികളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഒരു തൊപ്പി എന്ന പേരിൽ അറിയപ്പെട്ട ഒരു യൂട്യൂബർ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന കുട്ടികളെ ആ രീതിയിൽ കുട്ടികൾക്കിടയിൽ വലിയ ഹീറോ പരിവേഷമൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ് ഈ തൊപ്പിക്കെതിരെ പിന്നീട് നടപടി ഉണ്ടായി. ഇതുപോലുള്ള നിയമവിരുദ്ധ ആപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? നിയമപരമായ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതല്ലേ? തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോകളും ഇത്തരം ആപ്ലിക്കേഷനുകളും പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റർമാർക്കെതിരെ നടപടി എടുക്കുന്നതും ഇവരുടെ അക്കൗണ്ടുകൾ അടക്കം ബാൻ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നേരിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്താൽ പലതും പോവാറില്ല. ചില ആപ്ലിക്കേഷനുകളുടെയും അല്ലെങ്കിൽ ചില വീഡിയോകൾ മാത്രമേ പോവാറുള്ളൂ. പക്ഷെ പോലീസിന് സ്വമേധയാ കേസ് എടുക്കാവുന്നതുമാണ്. അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും നോഡൽ ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനും കേന്ദ്ര സർക്കാരിന് ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും IT ആക്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ക്രിയേറ്റർമാരെല്ലാം തന്നെ പണം മേടിച്ചുകൊണ്ട് ഒരു ഡെമോ അക്കൗണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആ ഡെമോ അക്കൗണ്ടാണ് പ്രേക്ഷകരായിട്ടുള്ള നമ്മളടക്കം അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ള ആളുകളെ കാണിച്ചുകൊണ്ട് ഞാനിത് കളിച്ചപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടി അല്ലെങ്കിൽ ഇത്രയും ഒരു ടാസ്ക് ഉള്ള ഒരു ഗെയിമാണ്, നല്ലതിൽ ഏൺ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് വലിയ വാഗ്ദാനം കൊടുക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ചതിക്കുഴി. ഇത് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന യൂട്യൂബർക്ക് അറിയാം ഒരിക്കലും ഇതിൽ പണം ലഭിക്കില്ലെന്നും ഇവരുടെ ബാങ്ക് ബാലൻസ് അടക്കം കാണിച്ചുകൊണ്ട് അതിന്റെ ഫേക്ക് ആയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് ആളുകൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ നേരിട്ട് കാണിക്കുന്ന ആ വീഡിയോ കണ്ടുകൊണ്ട് കുട്ടികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും ഈ ചതിക്കുഴികളിലേക്ക് വീണു പോവുകയാണ്. അപ്പോ ഈ അടുത്തൊരു മോട്ടിവേഷൻ മുക്കുത്തി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് തെറിവിളി അല്ലെങ്കിൽ ചീത്തവാക്കുകൾ മാത്രം, വളരെ മോശമായിട്ടുള്ള ചീത്തവാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും അധികം കുട്ടികൾ വന്ന് കമന്റ് ചെയ്യും, നിങ്ങളുടെ വീഡിയോക്കായി ഞാൻ കാത്തിരിക്കുകയാണ്, പുതിയ കാര്യങ്ങൾ എന്താണുള്ളതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ഈ പറഞ്ഞ ആളുകളടക്കം ഇതുപോലുള്ള നിരവധി ആപ്ലിക്കേഷനുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഇത് കണ്ട് ഇവരുടെയൊക്കെ ആരാധകരായി മാറുകയും വീട്ടുകാരറിയാതെ ഇതിനകത്ത് കളിച്ചുകൊണ്ടും അല്ലെങ്കിൽ പണം മുടക്കിക്കൊണ്ടും അടുത്തൊരു കുഴിയിലേക്ക് ചാടുകയാണ് ചെയ്യുന്നത്. വ്യക്തമാണ്. ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ, അഡ്വക്കേറ്റ് ജിയാസ് സൂചിപ്പിച്ചതുപോലെ പല യൂട്യൂബർമാരും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുപോലുള്ള ഓൺലൈൻ ഗെയിമുകളിലേക്ക് അവരെ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്, അപകടം ഒരുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓൺലൈൻ ഗെയിമുകളുടെയൊക്കെ അപകടത്തെക്കുറിച്ച് പല സ്കൂളുകളിലും അതുപോലെ തന്നെ വീടുകളിലുമൊക്കെ ബോധവൽക്കരണം കൊടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് വീണ്ടും നമ്മുടെ കുട്ടികൾ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നത്, അതല്ലെങ്കിൽ ഇതുപോലെ ഓൺലൈൻ ഗെയിമുകളുടെ അടിമകളാകുന്നത്? ഇതിനകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മൾ സ്കൂളുകളിലും വീടുകളിലുമൊക്കെ നമ്മൾ ബോധവൽക്കരിക്കുമ്പോൾ ടാർഗറ്റഡ് ബോധവൽക്കരണം അല്ല ഒരിക്കലും നടക്കുന്നത്. ജനറൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളും ടോപ്പിക്കുകളും പറഞ്ഞു പോകുക എന്നല്ലാതെ ടാർഗറ്റഡ് ആയിട്ട് നമ്മുടെ ഈ കറന്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ ഏത് ടൈപ്പ് ഓഫ് അവയർനെസ് ആണ് വേണ്ടത്, എന്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ എഫക്ട് ചെയ്തിരിക്കുന്നത്, എന്ത് തരം പ്രശ്നങ്ങളാണ് എന്നുള്ള ഒരു പരിശോധന നടത്തിയിട്ട് വേണം നമ്മൾ ബോധവൽക്കരിക്കാൻ. നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പം ഗെയിംസോ ഇതിനകത്തൊക്കെയുള്ള അഡിക്ഷൻസ് ആണ് കുട്ടികളിൽ കൂടുതലുണ്ടെന്ന് സ്കൂളുകളിൽ തോന്നിയാൽ അതിലേക്ക് വേണ്ട ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. അതല്ലാതെ നമ്മളൊരു സൈക്കോളജിക്ക് ഒരുപാട് തലങ്ങളുണ്ട്, സൈക്കോളജിയുടെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, അതിലെല്ലാത്തിലും നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ കറന്റ്ലി അവർ എന്ത് ടൈപ്പ് ഓഫ് പ്രശ്നമാണ് നേരിടുന്നതെന്ന് ഓരോ സ്കൂളുകളിലും അവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, സ്കൂളുകളിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബോധവൽക്കരണം ആ സ്കൂളിലെ കുട്ടികൾക്ക് നൽകിയാൽ അത് പാരന്റ്സിനെ കൂടെ ചേർത്ത് നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾക്ക് മാത്രമല്ല, അതിൽ പാരന്റ്സിനെ കൂടെ ഉൾപ്പെടുത്തണം. അതുപോലെ പാരന്റ്സിനും കുട്ടികൾക്കും അവർക്കും ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ തുറന്നു പറയാനുള്ള അവസരം സ്കൂളുകാർ ഒരുക്കണം. അത് അക്കാഡമിക്സിൽ മാത്രമല്ല, അതിലുപരി കുട്ടികൾക്ക് സൈക്കോളജിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് സ്കൂളുകളിൽ വന്ന്, കാരണം ഒരു കുട്ടി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് സ്കൂള്. അപ്പം സ്കൂളുകളിൽ വന്ന് ടീച്ചേഴ്സിനെ കണ്ട് ആ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു അവസരം പാരന്റ്സിനും ഒരുക്കണം. സ്കൂളുകാർക്കും അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കും, അതിനൊരു മാറ്റവും ഉണ്ടാവത്തില്ല. ഇത് വീണ്ടും വേറൊരു രീതിയിൽ പുറത്തു വരും. ഇന്നിതിപ്പോ അഡിക്ഷൻ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാളെ അത് വേറൊരു ഫോർമാറ്റിൽ അത് പുറത്തു വരും. അപ്പൊ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയി പോയി കഴിഞ്ഞു. ഇതിനൊരു സ്റ്റോപ്പ്, ഒരു തടയിടണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റഡ് ആയിട്ട് നമുക്ക് ബോധവൽക്കരിക്കാൻ സാധിക്കണം. വ്യക്തമാണ്. നേരത്തെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ സാധിക്കാതിരുന്ന ആ വീഡിയോ, സഞ്ജു ടെക്കിയുടെ വീഡിയോ ഒന്ന് കാണാം. അത് പിന്നെ ഒരു ഗെയിം കളിച്ചേടി, ആ ഗെയിം കളിച്ചാൽ എനിക്ക് പൈസ കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ ഒട്ടും ഓർത്തില്ല. അപ്പൊ എന്തായാലും പൈസ കിട്ടി. എന്നാ അതിനൊരു ഗിഫ്റ്റ് ആയി നിനക്ക് തരാൻ നിർത്തി എടി. അപ്പൊ ഞാൻ 1000 രൂപക്കാണ് വെച്ചിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എത്ര വരെ പോകുന്നു. ഓക്കെ, പറക്ക് ദേ പ്ലെയിൻ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദേ നല്ലപോലെ പ്ലെയിൻ പറക്കുന്നുണ്ട്. 1x കഴിഞ്ഞ് 2x കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, 2x കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3x കഴിഞ്ഞിരിക്കുകയാണ്.
ഓക്കെ 4x കഴിഞ്ഞിരിക്കുകയാണ്. കമോൺ കമോൺ പറക്ക് പറക്ക്. 5x കഴിഞ്ഞു മതി. ഓ വിഡ്രോൾ ചെയ്യണ്ട. 1000 രൂപ മുടക്കി 5810 കിട്ടി. അപ്പൊ ഗൈസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ബയോയിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. വിൻ ലോട്ട് ഓഫ് മണി. പിന്നെ കളിക്കുമ്പോൾ സൂക്ഷിച്ചു കണ്ടു കളിക്കണം. പൈസ പോയാൽ ഞാൻ ഉത്തരവാദിയില്ല. ലവ് യു ഗൈസ്. ടേക്ക് കെയർ. അഡ്വക്കേറ്റ് ജിയാസ്, ഇത് സഞ്ജു ടെക്കിയുടെ വീഡിയോ ആണ്. സഞ്ജു ടെക്കി ഇത് ആദ്യമായിട്ടല്ല കുട്ടികളെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നത്. ഇതിനു മുൻപ് സ്വന്തം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഘടിപ്പിച്ച് ഗതാഗത നിയമം ലംഘിച്ച് പിന്നീട് കേസും നടപടികളും ഒക്കെ ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ അതിനുശേഷം തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടതാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഒരു സ്കൂളിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ, വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി സഞ്ജു ടെക്കിയെ ക്ഷണിക്കുന്നു. അതായത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് സഞ്ജു ടെക്കിയെ അതിഥിയായി ക്ഷണിച്ചത്. പിന്നെ വീണ്ടും ഇതുപോലുള്ള നിയമവിരുദ്ധ നടപടികളുമായി കുട്ടികളെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനങ്ങളുമായി സഞ്ജു ടെക്കിയെ പോലുള്ളവർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരെ വലിയ താരമായി കണ്ടുകൊണ്ട്, ഇവർക്ക് വലിയ താരപരിവേഷം കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവൾ, സ്കൂൾ അധികൃതർ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജില്ലാ പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ രംഗത്തെത്തുമ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അഡ്വക്കേറ്റ് ജിയാസ്? ശരിക്കും കുറച്ചെങ്കിലും സാമാന്യ വിവരവും ബുദ്ധിയുള്ള ഒരാൾ പോലും സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകളെ ഒരു ഉദ്ഘാടനങ്ങൾക്കും വിളിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾ നമ്മളൊന്ന് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഒരു തരത്തിലും ലോജിക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനോ വേണ്ടി കുറെ കണ്ടന്റുകൾ ചെയ്യുന്ന ഇത്തരം യൂട്യൂബർമാർ എല്ലാവരും തന്നെ എല്ലാ വീഡിയോകളുടെയും കൂടെ ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ഇവിടെ നിരോധിക്കപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷനിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ട് എന്ത് മെസ്സേജാണ് നമ്മൾ ആളുകൾ ഈ പറഞ്ഞ പോലെ സ്കൂൾ അധികൃതരാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചുകൊണ്ട് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെയൊക്കെ പ്രതികരിച്ചാൽ നമ്മൾക്കെതിരെ അറ്റാക്ക് വരുന്നത് കുട്ടികളായിരിക്കും. കാരണം ഇവരുടെ എല്ലാം ആരാധകർ കുട്ടികളായിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഭയങ്കര ത്രില്ലായിട്ടുള്ള അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ വളരെ രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവർ എപ്പോഴും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവെക്കുന്നത്. അപ്പൊ ഇവരുടെ വീഡിയോകൾക്ക് വേണ്ടി കുട്ടികൾ എപ്പോഴും കാത്തു ഇരിക്കുകയാണ്. അത് അവരുടെ ഒരു ആ വളർച്ച വരുന്ന പ്രായത്തിൻ്റെതായിരിക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്, എനിക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞതുപോലെ എനിക്ക് ക്യാഷ് കിട്ടി, 1000 രൂപ മുടക്കി 5000-ഓളം രൂപ കിട്ടിയെന്നാണ്. പോലീസ് അന്വേഷിക്കേണ്ടത് ഈ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ആ പറഞ്ഞ ദിവസം ഈ 1000 രൂപ മുടക്കുമ്പോൾ ഇവർക്ക് 5000 രൂപ കിട്ടിയോ എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും ഇവർ അത്രയും തെറ്റായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് 5000 രൂപയൊന്നും ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. കാരണം ഇവരുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഇതുപോലെ 5000 രൂപ 1000 രൂപ മുടക്കുമ്പോൾ അതിന്റെ ഇരട്ടി കിട്ടിയതായിട്ട് അല്ലെങ്കിൽ 5 ഇരട്ടി കിട്ടിയതായിട്ടെല്ലാം കാണിച്ചിട്ടുള്ള വീഡിയോകളാണ്. ഒരിക്കലും ഇവര് ഈ പറഞ്ഞ പോലെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടില്ല. അപ്പോ തീർച്ചയായും അത്രയും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാശ് മേടിച്ചുകൊണ്ട് ആളുകളെ, കുട്ടികളെ ഇത്തരം ചതിക്കുഴികളിലേക്ക് അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്ന ഇവർക്കെതിരെയൊക്കെയാണ് കേസ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതുപോലെ ഇല്ലീഗൽ സോഴ്സിൽ നിന്ന് വരുന്ന പണം മുഴുവൻ തന്നെ ഏതെങ്കിലും സൈബർ തട്ടിപ്പിൽ നിന്ന് കിട്ടുന്ന പണമാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പണം ഈ സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകൾ കൈപ്പറ്റി വീടും കാറും ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളെല്ലാം കെട്ടിപ്പടുക്കുമ്പോൾ സമൂഹത്തോട് യാതൊരു വിധത്തിലുള്ള ഇത് കാണിക്കാതെ ഇവർ ചെയ്യുമ്പോൾ ഇവിടുത്തെ നടപടി അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത് ഇവരുടെ വീടും കാറും അടക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം കണ്ടുകെട്ടുന്നുള്ള നടപടികൾ തീർച്ചയായും വരുന്നതാണ്. കാരണം കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിനും യൂട്യൂബേഴ്സിനും ഉള്ള ആളുകളുടെയൊക്കെ ഇത്തരം നടപടികളിലേക്ക് പോലീസും മറ്റുള്ള ഏജൻസികളൊക്കെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് ജിയാസ്, ഈ മേഖലയിൽ ഈ സൈബർ സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പലർക്കും നിയമസഹായം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇതുപോലുള്ള കേസുകൾ കുട്ടികൾ ഈ സൈബർ ഗെയിമുകളുടെ, ഇതുപോലെ ഓൺലൈൻ ഗെയിമുകളുടെ ഇരകളായി അവർക്ക് മാനസികാഘാതം ഉണ്ടാകുന്ന, അതല്ലെങ്കിൽ ജീവൻ വരെയും അപകടത്തിൽ പോകുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും മാതാപിതാക്കൾ അതല്ലെങ്കിൽ ഏതെങ്കിലും അധികൃതർ താങ്കളെ സമീപിച്ചിട്ടുണ്ടോ? പ്രധാനമായും ഇന്ന് ഈ പ്ലേ സ്റ്റോറിൽ മാത്രമല്ല, നമ്മുടെ സൈബറിടത്ത് കുട്ടികളെ അപകടക്കിണിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന എത്ര ഗെയിമുകളുണ്ട്. ഒരുപക്ഷെ ഒരു മാതാപിതാക്കളുടെ അറിയാൻ വേണ്ടി ഇതെങ്ങനെ അവർ നിരീക്ഷിക്കണം, ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് താങ്കൾക്ക് എന്താണ് അവരോട് നൽകാനുള്ള, ഈ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നൽകാനുള്ള ഉപദേശം? ഏറ്റവും ആദ്യം
ഇപ്പോ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ പോലും, ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഒരു സ്വസ്ഥമായിട്ട് അവർ ഇരുന്നോളും, ആർക്കും ശല്യമില്ലാതെ ഇരുന്നോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളും മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ കൊടുത്ത് ഇരുത്തുന്നത്. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മളെ തടസ്സപ്പെടുത്തരുത്, നേരെ മൊബൈൽ ഫോൺ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ആ ഫോണും അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നമുക്ക് അവിടെ തിരിച്ച് മേടിച്ചെടുക്കാനുള്ള സാഹചര്യം ഇല്ല. കാരണം അത് മേടിച്ചെടുക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മെന്റൽ ആ ഒരു ചേഞ്ച് വരെ നമുക്ക് കാണാൻ കഴിയും. കാരണം വളരെ ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അവർക്ക് എന്തോ നഷ്ടപ്പെട്ട പോലത്തെ രീതിയിലാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളോടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന വീട്ടുകാർ അല്ലെങ്കിൽ കുട്ടികളടക്കം വിളിച്ചുകൊണ്ട് പറയുന്നത്, രാത്രിയാണെങ്കിൽ 2 മണിക്ക് 3 മണിക്കൊക്കെ ചില ചെറിയ കുട്ടികൾ, മൈനസ് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് മെസ്സേജ് ചെയ്യും. മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ഇത്രയും 10 വയസ്സോ 7 വയസ്സോ 8 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പൊ എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, അങ്കിൾ അല്ലെങ്കിൽ ചേട്ടാ, എന്റെ ഇങ്ങനെ അക്കൗണ്ട് എനിക്ക് മിസ്സായി പോയി, അല്ലെങ്കിൽ ഒരാളെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോയി, എനിക്കത് എങ്ങനെയെങ്കിലും തിരിച്ചു വേണം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ എത്ര കാശ് വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികൾ വരുന്നത്. കുട്ടികൾ മാത്രമല്ല, ഒരുപാട് മാതാപിതാക്കൾ സ്വന്തം കുട്ടിയുടെ ഗെയിമിംഗ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു പോയി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി തിരിച്ച് എടുക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കാമെന്ന് പറഞ്ഞ മാതാപിതാക്കൾ നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്നത്, കുട്ടികൾക്ക് അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവരവിടെ കിടന്ന് കാണിക്കുന്ന ബുദ്ധിമുട്ട് അത് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത്, ഇതുപോലുള്ള എല്ലാ കേസുകളിലും കുട്ടികളെ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാക്കുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തില് പല ജില്ലകളിലും ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ഗവൺമെന്റിന്റെ ഒരു സംവിധാനമുണ്ട്. പല മാതാപിതാക്കൾക്കും അത് അറിയില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ഒരു പരിഹാരം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലേഴ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളും പോലീസ് അടക്കമുള്ള ആളുകളുടെ സഹായത്തിനുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ ആളുകളിലേക്ക് നല്ല രീതിയിൽ മാധ്യമങ്ങൾ ഇത് എല്ലാ ജില്ലകളിലും ഉണ്ട്. ഒരു അറിവിന് വേണ്ടി ചോദിക്കുകയാണ്, അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അഡ്വക്കേറ്റ് ജിയാസ്. എല്ലാ ജില്ലകളിലും ഈ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പൊ നിലവില് 4-3 ജില്ലകളിൽ മാത്രമേ പ്രവർത്തനത്തിലുള്ളൂ. പക്ഷെ സംസ്ഥാനത്ത് ഒരു കോർഡിനേഷൻ സെന്റർ ഉണ്ട്, ചൈൽഡിനുള്ള ഹെൽപ്പ് ലൈൻ ഉണ്ട്. അവരെല്ലാം വിളിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഏത് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടാലും ഇവരെ കണക്ട് ചെയ്തു തരുന്ന ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ കേരള പോലീസ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാണ്. കേരള പോലീസും സൈബർ വിഭാഗവും ജിയാസിനെ പോലുള്ള സൈബർ നിയമ വിദഗ്ധരും സമൂഹത്തിൽ ഈ കുട്ടികളെ ഇതുപോലുള്ള ഓൺലൈൻ ഗെയിമുകൾക്കും അതുപോലെ സൈബർ കെണികൾക്കുമായി ഇരകളാകുന്ന ആളുകളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ, അവസാനമായി ഒരു ചോദ്യം. ഇതുപോലെ സൈബർ ഗെയിമുകളുടെയും മൊബൈലിലൊക്കെ കെണിയിൽപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അഡിക്ഷനിൽ ജീവിക്കുന്ന നിരവധി കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്തിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് ഒരു 13-കാരൻ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടിരുന്നു. അതിൻ്റെ കാരണം അമ്മ TV-യുടെ റിമോട്ട് ചോദിച്ചിട്ട് അമ്മ നൽകിയില്ല. അതിൻ്റെ മനോവിഷമത്തിൽ പോയി ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായ വിവരം. ഇതുപോലെ TV-യുടെയും മൊബൈലിൻ്റെയൊക്കെ അടിമത്തത്തിൽ ജീവിക്കുന്ന കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇതിൻ്റെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയാൻ എളുപ്പമുള്ള കാര്യമാണോ ഡോക്ടർ മഞ്ജുഷ? കുട്ടികളെ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ഡോക്ടേഴ്സ് മാത്രമല്ല, പാരന്റ്സും സൊസൈറ്റിയും ആ കുട്ടി തന്നെ സ്വയം ശ്രമിച്ചാൽ മാത്രമേ നമുക്കിതൊരു ജോയിന്റ് എഫർട്ടായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു കുട്ടിയെ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നു എന്നത് വെച്ചിട്ട് നമുക്ക് ആ കുട്ടി 1-2 വട്ടം കണ്ടത് കൊണ്ടും ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് സെഷൻസിനെല്ലാം പാരന്റ്സ് ആ എഫർട്ട് എടുത്ത് ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് അവർ ആ കുട്ടിയെ കൊണ്ടുവരികയും ഞങ്ങൾക്ക് അതിനൊരു അവസരം, ആ കുട്ടിയില് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് വർക്ക് ചെയ്യിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക. പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പലപ്പോഴും ഇനിഷ്യൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 1-2 ദിവസം അല്ല ഒരാഴ്ചയൊക്കെ കുട്ടികളെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു സെഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അവരെ തിരിച്ച് അതിലേക്ക് ഒരു ഫോളോ അപ്പ് സെഷന് കൊണ്ടുവരാതിരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അപ്പൊ ഇതൊരു അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്ത് ആ കുട്ടിയിൽ നിന്ന് ആ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി മാറുന്നിടം വരെയും കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടിയുമായിട്ട് എടുത്താൽ മാത്രമേ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. റിസൾട്ട് ഉണ്ടാകത്തില്ല എന്നല്ല, ഉണ്ടാകും. പക്ഷെ
ഒരു ജോയിന്റ് ഒക്കെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ മഞ്ജുഷ ഇമ്മാനുവൽ. അഡ്വക്കേറ്റ് ജിയാസ് ജമാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് നിങ്ങൾ പങ്കുവച്ചത്. ഓർക്കുക, ഇത് മാതാപിതാക്കളുടെ ജാഗ്രത വേണം. നിങ്ങളുടെ കുട്ടികൾ അപകടത്തിലാകുന്നതിന് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. കുട്ടികൾ ഏതൊക്കെ ഗെയിമുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോണുകൾ കൃത്യമായി പരിശോധിക്കുക. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ഈ സൈബർ ഡി അഡിക്ഷൻ സെൻ്ററുകൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന പുതിയ അറിവ് കൂടി അഡ്വക്കേറ്റ് ജിയാസ് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ ഇതിൻ്റെ ഒരു അഡിക്ഷനിൽ ജീവിക്കുന്നവരാണെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ അത് മനസ്സിലാക്കി ചികിത്സിക്കുക, അതല്ലെങ്കിൽ ബോധവൽക്കരണം കൊടുക്കുകയാണ് വേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി അപകടകരമായി വാഹനമോടിച്ച പോലീസുകാരനെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ AR ക്യാമ്പിലെ പോലീസുകാരൻ സന്തോഷ് കുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം സസ്പെൻഷനിലായ പോലീസുകാരന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. KV ബൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, ആ ദൃശ്യങ്ങൾ തന്നെ ഏറെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഈ പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് പിന്നീട് അതിൻ്റെ പണം, ആ തുക നൽകാതെ പോയപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളാണ് വലിയ അപകടത്തിലേക്ക് വരെയും വഴിവെച്ചത്. ഈ കേസിൽ ഇപ്പോൾ ഈ പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? തീർച്ചയായും ടോമെ, വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം തന്നെയാണ് ഇത്. ഈ CCTV ദൃശ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തതെന്നും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ സന്തോഷ് കുമാർ ഈ കാൽടെക്സിലുള്ള ഈ പെട്രോൾ പമ്പിൽ നിന്നും ഇത്തരത്തിൽ പെട്രോൾ അടിച്ചതിന് ശേഷം മുഴുവൻ പണവും അടക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ജീവനക്കാരൻ അശോകൻ ഈ കാറിന് മുന്നിൽ നിൽക്കുന്നത്. ആ സമയത്ത് ഇയാളെ ഇടിച്ചിടാൻ വണ്ടി മുന്നോട്ടെടുക്കുകയും അശോകൻ ഈ വാഹനത്തിന്റെ ബോണറ്റ് മുകളിലേക്ക് കയറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് കുറച്ച് ദൂരത്തോളം ഈ വാഹനം ഇങ്ങനെ ഓടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ CCTV ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തും എന്തായാലും ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വധശ്രമത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ സമാനമായ രീതിയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു പെട്രോൾ പമ്പിലും ഒരു കേസുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരാളാണ്, അതിലൊരു അംഗമാണ്, നേതാവോ മറ്റൊന്നുമല്ല, പക്ഷേ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരാളാണ്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സഹായിച്ചിട്ടാണോ എന്നറിയില്ല. കഴിഞ്ഞ തവണ ഇയാൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ അശ്രദ്ധമായി വാഹനം ഓടിച്ച് അത്തരത്തിൽ പറ്റിപ്പോയതെന്നായിരുന്നു അന്ന് വിശദീകരണം നൽകിയത്. പക്ഷേ ഈ CCTV ദൃശ്യമാണ് കൃത്യമായും ഇയാളെ കൊടുക്കാൻ സാധിച്ചെന്ന് വേണം പറയാൻ. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ തന്നെ നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ മണൽ മാഫിയുമായുള്ള കൂട്ടുകെട്ട്, അവിശുദ്ധ ബന്ധം, ഇതിന്റെ പേരിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായത്. മാത്രമല്ല ഇവരെ സ്ഥലം മാറ്റി, പിന്നീട് സ്ഥലം മാറ്റി ആ ഉത്തരവ് ലഘൂകരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു അവസ്ഥ ഇപ്പോൾ ഏതായാലും പോലീസ് സേനയിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗം പോലീസുകാരാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഇത്തരം സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളാണ് പലതും കേരളത്തിൽ നിന്നും വരുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പ് പലപ്പോഴും പറയുക ഒറ്റപ്പെട്ട സംഭവമാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ നിരവധി കേസുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ ബൈജു. കൊച്ചിയിൽ ഒരു ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ വിരുന്നിന് പങ്കെടുത്ത ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിച്ചത് ഈ അടുത്തിടെയാണ്. കോട്ടയത്ത് ഒരു പോലീസുകാരൻ മാങ്ങാ മോഷണ കേസിൽ പിടിയിലായ സംഭവം, മലപ്പുറത്തും കണ്ണൂരിലും കൈക്കൂലി കേസിൽ പോലീസുകാർ പിടിക്കപ്പെട്ട കേസ്. അങ്ങനെ ഈ സമീപ ദിവസങ്ങളിൽ നിരവധി പോലീസുകാർ പ്രതികളായ അല്ലെങ്കിൽ പോലീസുകാർ പ്രതിക്കൂട്ടലായ ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. അതിലും വ്യത്യസ്തമായിട്ടുള്ള കേസാണ് ഈ കണ്ണൂരിൽ പെട്രോൾ പമ്പിൽ സംഭവിച്ചത്. ഇത് ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങുമോ ഇവർക്കെതിരായിട്ടുള്ള നടപടികൾ? തീർച്ചയായും ഈ കാര്യത്തിൽ കടുത്ത നടപടി എടുക്കേണ്ടി വരും പോലീസിന്. കാരണം ഇതിന്റെ CCTV ദൃശ്യം നമുക്ക് തന്നെ കാണാം. വളരെ ഭീകരമായ ദൃശ്യമാണ്. ഈ കാറ് ഇത്തരത്തിൽ ഇടിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നുണ്ടായത്. മറ്റൊരു കാര്യം, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാങ്ങാ മോഷണമൊക്കെ ഇതിനൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ആഭ്യന്തര വകുപ്പ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പോലീസുകാർ ഇത്തരത്തിൽ ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടും വലിയ തോതിൽ ഉണ്ടാകുന്നു. അത് ഇത്തരത്തിൽ യൂണിയന്റെ
ഭാഗത്തു നിന്നാണെങ്കിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചത് ഇടുക്കി എയർ ക്യാമ്പിലെ ഈ പോലീസ് ഓഫീസറാണ് ഇത്തരത്തിൽ മാങ്ങാമോഷണം ആയി ബന്ധപ്പെട്ട് കോട്ടയത്ത് നിന്നും CCTV ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഇത്തരത്തിൽ പിടികൂടുന്ന സാഹചര്യമുണ്ട്, അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഈ വിരമിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് DYSP നമുക്കറിയാം ആ കേസ് ഇത്തരത്തിൽ ഗുണ്ട സംഘങ്ങൾക്കൊപ്പം ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ആൾക്കാർ ഈ ജോലി ഉള്ള സമയത്ത് അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഈ വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും CCTV ദൃശ്യം കൃത്യമായ തെളിവുകൾ പുറത്തു വരികയും അത് വലിയ വാർത്തയാകുകയും ചെയ്യുമ്പോഴാണ് പെട്ടെന്നൊരു നടപടി എടുക്കുക. അത്തരത്തിലാണ് ഈ കേസിലും നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ ഇയാൾക്കെതിരെ ഇതേ സമാനമായ രീതിയിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചതിന് ശേഷം പണം നൽകാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തിട്ടും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. അന്ന് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ വാഹനത്തിന് സാങ്കേതിക തകരാറായിരുന്നു, അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചതെന്നായിരുന്നു പോലീസ് ഉണ്ടാക്കിയ റിപ്പോർട്ട്. ഇപ്പോൾ ഈ സമയത്ത് ഈ CCTV ദൃശ്യത്തിൽ കൃത്യമായി ഈ ബോണറ്റിന് മുകളിൽ ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടി ചാടിക്കയറുന്നതും പിന്നെയും വണ്ടി മുന്നോട്ട് നീങ്ങുന്നതും ഒക്കെ ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് MR അജിത് കുമാർ, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ, ആദ്യം തന്നെ ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. പിന്നീടാണ് വധശ്രമത്തിന് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇയാൾ അറസ്റ്റ് ആയിരിക്കുന്നു. ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട്. കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു അപകടം ഇത്തരത്തിൽ വരുത്തിയതായും ഒക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ വിശദീകരണം ഏതായാലും നോക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം പോലീസ് ഏറ്റവും മികച്ച പോലീസാണ് കേരളത്തിൽ. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഈ സംഭവം കൊണ്ട് ഈ സേനയിൽ തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന സംഭവമാണ് പലപ്പോഴും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങളിൽ ആഭ്യന്തര വകുപ്പ് കൃത്യമായ മുഖം നോക്കാതെ, അത് പോലീസുകാരാണോ എന്ന് നോക്കാതെ കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ ഈ പോലീസുകാർ തന്നെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേലി തന്നെ വിളവുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റൂ. അത് തന്നെയാണ്, കടുത്ത നടപടി സ്വീകരിക്കേണ്ടതാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. നിരവധി കേസുകൾ ഈ സമീപകാലത്ത് പോലീസുകാർക്കെതിരെ ഉണ്ടാകുന്നുണ്ട്. ഈ സന്തോഷ് കുമാർ എന്ന പോലീസുകാർ ഇതിനു മുൻപും പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ച് പിന്നീട് പണം കൊടുക്കാതെ പോകുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ CCTV ദൃശ്യം ഉള്ളതുകൊണ്ടാണ് ഈ പോലീസുകാരനെ പിടികൂടാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇത് നമ്മുടെ പോലീസ് ഉന്നതർക്കെതിരെ പോലും നിരവധി ആരോപണങ്ങൾ ഈ സമീപകാലത്ത് ഉയർന്നു വന്നതാണ്. DGPയുടെ ഭൂമി ഇടപാട് കേസ്, നേരത്തെ പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലുമായി ബന്ധമുള്ള പോലീസുകാർക്കെതിരായിട്ടുള്ള നടപടികൾ, DYSPയും ഗുണ്ടാ ബന്ധം, ആലപ്പുഴയിൽ ഒരു പോലീസുകാരൻ ഹോട്ടൽ അടിച്ച് തകർത്ത സംഭവം, അങ്ങനെ ഒട്ടേറെ കേസുകൾ പോലീസുകാർക്കെതിരെ വന്നിട്ടും പലതും ഒതുക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കുന്നു. പലപ്പോഴും ഇരകൾക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ ഇതുപോലുള്ള കുറ്റക്കാരെ, ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ സേനയിൽ ഇനിയും വെച്ച് പൊറപ്പിച്ചാൽ ഇത് പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാകും എന്ന കാര്യം മറക്കരുത്. സ്പോട്ട് ലൈവിന് പോകുന്നത് എറണാകുളം വരാപ്പുഴയിലേക്കാണ്. വരാപ്പുഴയിൽ കഴിഞ്ഞ രാത്രി ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത 8 ഗുണ്ടകളെ പോലീസ് പിടികൂടിയ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികൾ ആയവരാണ് പിടിയിലായത്. മഞ്ഞുമ്മൽ രാധാകൃഷ്ണൻ എന്ന ഗുണ്ടയുടെ വീട്ടിലായിരുന്നു പിറന്നാൾ ആഘോഷം. റൂറൽ SP യുടെ പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഇപ്പോൾ ഈ പിറന്നാൾ ആഘോഷം, ഗുണ്ടകളുടെ പിറന്നാൾ ആഘോഷം ഒരു ട്രെൻഡായി മാറിയെന്ന് തോന്നുന്നു. കാരണം ആലപ്പുഴയിലും തൃശ്ശൂരുമൊക്കെ അടിക്കടി ഇത്തരം കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ മഞ്ഞുമ്മൽ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷം നടക്കുന്നതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചത്? ടോം, സത്യത്തിൽ ഇത് വളരെ വിപുലമായി അവർ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ ഇത് നടത്താനായിട്ടാണ് ആദ്യം അവർ പരിപാടിയിട്ടത്. സമീപത്തുള്ളൊരു ഓഡിറ്റോറിയത്തിൽ പിറന്നാൾ ആഘോഷങ്ങൾ നടത്താനുള്ളൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അതിന് എന്തൊക്കെയോ കാരണവശാൽ അത് നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല എന്നാണ്. അതിനുശേഷമാണ് പിന്നീട് ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. ഈ വിവരം ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നതെല്ലാം തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഇയാളുമായിട്ട് മറ്റ് ഗുണ്ടാസം പഠിക്കും മറ്റു ആക്രമണ സംഭവത്തിനും എല്ലാം തന്നെ അസോസിയേറ്റ് ചെയ്യുന്നവരാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു. റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ നിരീക്ഷണം തുടർന്നിരുന്നു. വരാപ്പുഴ CAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പോലീസ് സ്ക്വാഡ് അവിടെ പല ഭാഗങ്ങളായി മഫ്തിയിൽ പോലീസ് അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇതിലേക്ക് വേണ്ടി എത്തുന്നവരെ ഓരോരുത്തരെ അവിടേക്ക് ഈ പിറന്നാൾ ആഘോഷത്തിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നവർ ഓരോരുത്തരെയായി പോലീസ് പിടികൂടുകയും ചോദ്യം ചെയ്യുകയും എല്ലാം തന്നെ ആയിരുന്നു. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത 8ഓളം പേർ, ഇവർക്ക് പല സ്റ്റേഷനുകളിലായിട്ട് വിവിധ കേസുകളടക്കം നിലവിലുണ്ട്. കൊലപാതക കേസുകളടക്കം പലരുടെയും പേരിൽ കേസുകളെല്ലാം നിലവിലുണ്ട്. അപ്പോഴാണ് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. കൂടുതൽ പേരിവിടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഈ രീതിയിലുള്ള ഒരു ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരലാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. പിറന്നാൾ ആഘോഷം തന്നെയാണ്, പക്ഷേ ഇതിൽ ഈ രീതിയിലുള്ളൊരു ഒത്തുചേരലാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള പോലീസിന് വിവരം ലഭിക്കുകയും തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും 8 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അല്ലെങ്കിൽ ഈ കസ്റ്റഡിയിലെടുത്തവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ പിന്നീട് വിട്ടയച്ചിട്ടുണ്ട്. ഇവരോട് കാര്യങ്ങൾ സംസാരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഞ്ഞുമ്മലിലുള്ള ഈ രാധാകൃഷ്ണൻ ചേരാവള്ളൂർ സ്വദേശിയാണ്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ നിരവധിയായ ഗുണ്ടാ കേസുകളിലടക്കം ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുടെ പിറന്നാൾ ആഘോഷത്തിലേക്ക് കൂട്ടിച്ചേരലിന് വേണ്ടിയാണ് മറ്റുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും ഇത്തരം സംഭവം ടോം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. പലപ്പോഴും പലയിടങ്ങളിലായിട്ട് ഇപ്പോൾ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ തൃശ്ശൂരിൽ അതുണ്ടായിരുന്നു, ആലപ്പുഴയിൽ അതുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിച്ചേരലുകൾ പലയിടങ്ങളിലായിട്ട് തന്നെ നടക്കുന്നു. അത് അവരുടെ ഒരു കൂട്ടായ്മയിലേക്ക് പോകുന്നു എന്നതാണ്. തൃശ്ശൂരിലെ തെക്കേ ഗോപുരനട കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൂടാനായിട്ട് തീരുമാനിച്ചിരുന്ന ഗുണ്ടാ സംഘങ്ങൾ, അതായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് വന്നിരുന്ന വാർത്ത. തീക്കാറ്റെന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് വാട്സപ്പ് കൂട്ടായ്മകൾ രൂപീകരിക്കുകയും പിന്നീട് അവിടേക്ക് ആളുകളെത്തുകയും മൈനറായ ആളുകൾ, ഈ കുട്ടികൾ വരെയും അവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തു. ഇവരൊക്കെ കസ്റ്റഡിയിലെടുക്കുന്ന രീതിയിലേക്ക് പോലീസ് മാറുകയും ചെയ്തു. 14ഓളം പേരാണ് കുട്ടികളായവർ അതിലുണ്ടായിരുന്നത്. പിന്നീട് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി കാര്യങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തി അവർക്കൊപ്പം വിടുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൂടിച്ചേരലുകൾ, ഈ രീതിയിലുള്ളൊരു കൂട്ടായ്മകൾ ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് തന്നെ ഉണ്ടാകുന്നു എന്നതാണ്. പോലീസ് അത് വലിയൊരു അപകട സൂചനയിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഇത്തരം കൂടിച്ചേരലുകൾ പല കുറ്റകൃത്യങ്ങളിലേക്ക് അടക്കം വഴി തുറക്കാനുള്ള എല്ലാ പോലീസ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നടപടി സ്വീകരിക്കും അല്ലേ ഡാനി? കാരണം ഈ മഞ്ഞുമൽ രാധാകൃഷ്ണന്റെ വീട്ടിലെ പിറന്നാൾ ആഘോഷത്തിൽ, മകന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തതിൽ ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസിലെ പ്രതി ഷംനാസ് ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെ വധശ്രമ കേസുകളിലെ പ്രതികളുണ്ട്, നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുണ്ട്. ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ 18 പ്രായപൂർത്തിയാകാത്ത 18 പേരായിരുന്നു അന്നത്തെ ആ ഗുണ്ടാ സംഗമത്തിൽ പങ്കെടുത്തത്. പോലീസ് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെ പോലീസ് അവകാശപ്പെടുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നത്? ഇത് പോലീസിന്റെ തന്നെ വീഴ്ചയല്ലേ? ടോം, ഇതിൽ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി മെല്ലെപ്പോക്കുണ്ടോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് പലയിടത്തും തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ നടപടി എടുത്തില്ലേ എന്ന് ചോദിച്ചാൽ നടപടികൾ ഉണ്ടായിട്ടുണ്ട്, അത് തടയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കാരണം ഇങ്ങനെയൊരു കൂടിച്ചേരൽ സംബന്ധിച്ചുള്ളൊരു വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്, സംശയമൊന്നുമില്ല. ഒപ്പം തന്നെയും നടപടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ പ്രവർത്തനത്തെ തടയിടാനായിട്ട് പോലീസിന് വലിയ രീതിയിൽ കഴിയുന്നുണ്ടോ എന്നതാണ് പൊതുവായൊരു ചോദ്യം. ഇത്തരം ജന്മദിനാഘോഷങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല, അതിനേക്കാളും അപ്പുറം ഇവരുടെ ഈ പ്രവർത്തനത്തിലേക്ക്, ഇവരുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ള രീതിയെല്ലാം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അത്തരം അക്രമ സംഭവങ്ങൾക്ക് അമർച്ച ചെയ്യാൻ പോലീസിന് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പലയിടങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. പലതും ഗുണ്ടാപ്പകകൾ തന്നെയാണെന്ന് വളരെ വ്യക്തവുമാണ്. തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിലെല്ലാം തന്നെ അടുത്തിടെ നമ്മൾ കണ്ടതാണ് അതുപോലുള്ള ദൃശ്യങ്ങൾ. പരസ്പരം പോരടിക്കുന്ന, പോര് വിളിക്കുന്ന സംഘങ്ങൾ പകൽ വെട്ടത്തിൽ പോലും ഇത്തരം ഈ തെരവാഴ്ചകൾ തുടരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം അക്രമ സംഭവങ്ങളിലേക്ക് അവിടെയാണ് പോലീസ് ഇടപെടേണ്ടത്. ഇത്തരം ജന്മദിനാഘോഷങ്ങൾ, ബർത്ത്ഡേ പാർട്ടികളെല്ലാം തന്നെ അവിടെ പോയി അവരെ കസ്റ്റഡി എടുത്തുകൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല എന്നതാണ്. ഈ ആക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി ക്രിമിനൽ സംഘങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ആലുവ റൂറൽ പോലീസിൻ്റെ പരിധിയിലാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗുണ്ടകൾക്ക് ഇതുപോലുള്ള ആഘോഷങ്ങൾക്ക്
വേദി ഒരുക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് ആരുടെ വീഴ്ചയാണ്? അത് പോലീസിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും വീഴ്ചയാണ്. ശക്തമായ നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.